അവള് എന്നോട് പറയുന്നത് പോട്ടെ, നിന്റെ നേരെ വരെ ഇപ്പൊ അവള് വിരളി ചൂണ്ടാൻ തുടങ്ങിയിരിക്കുന്നു. നീ ഇതെല്ലാം ക്ഷമിച്ചു കൊടുക്കുന്നതേ ശരിയാണോ? ചേച്ചി സമാധാനപ്പെടുക. ഞാൻ ഋതികയ്ക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ പോവാ. ചേച്ചി വാ. കോഫിയോ ജ്യൂസോ എന്താ വേണ്ടമ്മേ? അല്ല, ഒന്നും വേണ്ട മോളെ, ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. ദീപേട്ടനോ? ഏയ്, എനിക്കിപ്പോ വേണ്ട നന്ദു. ഇതെന്താ മോളെ മുഖം ഇങ്ങനെ ചുമന്നു കിടക്കുന്നേ? എന്തു പറ്റി? ഏയ് ഒന്നുമില്ലമ്മേ, അത് വല്ല അലർജി ആയിരിക്കും. ഇത് അലർജി മാങ്ങാത്തൊലിയൊന്നുമല്ല, വിരൽപ്പാടുകളാണല്ലോ. നന്ദൂര് ആരെങ്കിലും തല്ലിയോ? മോളെ ആരാ തല്ലിയത്? തുറന്നു പറയേ. എന്റെ നന്ദൂനെ തല്ലിയവന്റെ കുടല് ഞാൻ എടുക്കും. ആരാണെങ്കിലും ഇന്നവന്റെ അവസാനമായിരിക്കും. പറയേ, ആരാ തല്ലിയേ? മോളെ, തല്ലിയത് ആരാണെന്ന് പറയാൻ. അമ്മയും ദീപേട്ടനൊന്ന് സമാധാനപ്പെട്. പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഒരു വീടാവുമ്പോ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്നിരിക്കും. ഞാനൊരു പാവമല്ലേ, ഞാനിതങ്ങ് ക്ഷമിച്ചോളാം. നീയേ പാവമല്ല, തല്ലുകൊണ്ടാ മിണ്ടാതിരിക്കാൻ പാവയോ. നീയേ അംബിക വർമ്മയുടെ മരുമകളാ, ദീപക് വർമ്മയുടെ ഭാര്യയാ. നിന്റെ നേരെ കൈപോക്കാൻ ഒരു ശക്തി ഇവിടെ വളർന്നിട്ടില്ല. അമ്മ പോട്ടെ, രണ്ട് കൈകളും കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവും. ദേ, ഇതൊക്കെ ചില മുടന്ത ന്യായവാദങ്ങളാ. നീ നിന്നെ തല്ലിയതാരാണെന്ന് പറയേ. അമ്മ വഴക്കൊന്നും വേണ്ട. എന്റെ ഭാര്യയുടെ കരണക്കുട്ടി അടിച്ചു പൊട്ടിച്ചത് ആരാണെന്ന് പറയാൻ. ഋതിക. ഋതികയോ? ആ അനാഥ പെണ്ണ്, അവൾ അത്രയ്ക്കായോ? ഇന്നേ അവളെ നിലയ്ക്ക് നിർത്തിയിട്ട് എന്നെ കാര്യം. ഇന്ന് അവളുടെ അന്ത്യം കുറിക്കും. അതെ അതെ, ശരിയാ. ബാക്കി ഓഫീസിൽ വരുമ്പോൾ കൈകാര്യം ചെയ്യാം. അതുപോലെ ശരിയാ. പ്രതാപ, നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് BP ഉള്ളതാ, പലതരം മെന്റൽ സ്ട്രെസ്സും ഉള്ളതാ. ഞാനെന്റെ സങ്കടങ്ങൾ പറഞ്ഞ് നിന്റെ പിരിമുറുക്കം ഇതുവരെ കൂട്ടണ്ടെന്ന് കരുതി. ഇപ്പോ മറ്റ് യാതൊരു ഗത്യന്തരവും ഇല്ലാതെയാ ഞാൻ നിന്റെ മുന്നിലേക്ക് വന്നത്. ചേച്ചി വിഷമിക്കാതെ കാര്യം പറയാം. ഞാൻ നിന്റെ ആരാ പ്രതാപ? അത് നീ ആദ്യം പറ. ഇതെന്താ ഇങ്ങനെ? ചേച്ചി എന്റെ ആരാണെന്നും ഞാൻ ചേച്ചിയുടെ ആരാണെന്നും നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. അത് നമ്മുടെ രണ്ടുപേരുടെ മനസ്സുകളല്ലേ. ദീപക്കല്ല എന്റെ മൂത്ത മകൻ, അത് നീയാ എന്റെ പ്രതാപൻ. ഞാൻ ചേച്ചി എന്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ കണ്ടിട്ടുള്ളൂ. അതിനെന്താ എത്ര സംശയം? ഇപ്പൊ എന്താ ചേച്ചി പ്രശ്നം? അത് പറയും. എന്റെ മരുമകൾ നിന്റെ ആരാ? അതിനെന്താ എത്ര സംശയം? ചേച്ചിയുടെ മരുമകള് എന്റെയും മരുമകള് തന്നെയല്ലേ? ആണല്ലോ. ആണ്. അതിലെന്താ? അഭയം ചോദിച്ചു വന്ന കൊച്ച ഇപ്പൊ നമ്മുടെ മരുമകളും നന്ദന. ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും പ്രായച്ചിത്തം ആയിക്കോട്ടെ എന്ന് കരുതിയ ദീപക്ക് ആ പെണ്ണിനെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ഞാനും പറഞ്ഞത്. അതിനിപ്പോ എന്താ? അവര് തമ്മിലുള്ള കല്യാണം നമ്മൾ നടത്തി കൊടുത്തില്ലേ? ആരോരും ഇല്ലാത്ത ആ പെങ്കൊച്ചിന്റെ രക്ഷകർത്താക്കള് നമ്മളല്ലേ പ്രതാപ? അതെ, നമ്മള് രക്ഷകർത്താക്കളല്ലെന്ന് നിഷേധിച്ചില്ലല്ലോ. ആ കുട്ടിയോട് നിന്റെ വളർത്തുമകള് ഋതിക ഇങ്ങനെ ചെയ്തത് ശരിയാണോ പ്രതാപ? ഋതിക നന്ദിനെ തല്ലിയ കാര്യമാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? അതെ.
അത് ഞാൻ കാണുകയും അപ്പോൾ തന്നെ ശിക്ഷിക്കുകയും ചെയ്തല്ലോ ചേച്ചി. ഞാൻ ഇപ്പോഴാ കണ്ടത് പ്രതാപ. എന്തൊരടിയാ അവളെ അടിച്ചത്. ആ നന്ദനയുടെ വെളുത്ത് ചുമന്ന മുഖം അടികൊണ്ട് കരിഞ്ഞു കിടക്കുക. അതിന്റെ മുഖം കണ്ട് എന്റെ ചങ്ക് പൊട്ടി പ്രതാപ. ഉലയിലെ തീ പടർത്തും പോലെ പറഞ്ഞ് പറഞ്ഞ് ഇവന്റെ ഉള്ളില് തീ പടർത്തണം. എന്നാലേ ആ ഋതികയ്ക്കൊരു പണി കൊടുക്കാൻ പറ്റൂ. ആ കൊച്ചും അതിന്റെ തള്ളയും കൂടി ഇവിടെ കേറി വന്നപ്പോ മുതൽ തുടങ്ങിയതാ ഋതികയ്ക്ക് അവളോട് ഈ അംഗം. എടാ, ആ കൊച്ച് എന്ത് പിഴച്ചു? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? തന്നെയുമല്ല, ഈ ഋതികയുടെ അഹങ്കാരമേ പറഞ്ഞറിയിക്കാൻ വയ്യ പ്രതാപ. അവള് എന്നോട് പറയുന്നത് പോട്ടെ, നിന്റെ നേരെ വരെ ഇപ്പൊ അവള് വിരളി ചൂണ്ടാൻ തുടങ്ങിയിരിക്കുന്നു. നീ ഇതെല്ലാം ക്ഷമിച്ചു കൊടുക്കുന്നതേ ശരിയാണോ? ചേച്ചി സമാധാനപ്പെടുക. ഞാൻ ഋതികയ്ക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ പോവാ. ചേച്ചി വാ. ഇന്ന് നിന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം. എല്ലാരും വിളിക്കേച്ചി, കൂടെ അവളെയും. എടി ഋതികേ, രാജു, ദീപകേ, നന്ദനെ. എല്ലാവരെയും ഞാൻ വിളിപ്പിച്ചത് മനഃപൂർവ്വ. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് ഋതികയോടാ. ഇവളോട് ഞാനത് ചോദിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം അനിവാര്യമാണെന്ന് തോന്നി. അതാ ഞാൻ വിളിപ്പിച്ചത്. എന്താ ഏട്ടാ, ഋതുമോൾ എന്ത് തെറ്റ് ചെയ്തു കേട്ടാ? ഓ, ഉടനെ തോക്കിക്കറിയങ്ങ് വെടിവെച്ചു. ഇവളോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോഴേക്കും കൊള്ളുന്നത് ചെറിയച്ഛനും ചെറിയമ്മയ്ക്കാണല്ലോ. അവരൊക്കെ തമ്മിലുള്ള കെമിസ്ട്രി അങ്ങനെയാ പ്രതാപ. നിങ്ങൾ മഹാരാജാസ് കോളേജില് കെമിസ്ട്രിയുടെ പ്രൊഫസർ ആയിരുന്നു അല്ലേ? ദാ, ഇത് തന്നെയാണ് ഇവളുടെ വിഷയം. ഇവളുടെ ഈ അഹങ്കാരം. നീ ആരാണെന്നാ നിന്റെ ധാരണ? അത്ര വലിയ അഹങ്കാരമൊന്നും ഇവിടെ വേണ്ട. അതൊന്നും ഞാൻ ഇവിടെ അനുവദിച്ചു തന്നിട്ടില്ല. എന്തിനാ ഏട്ടൻ അവളെ വിളിപ്പിച്ചത്? അത് ചോദിച്ചൂടെ? ദീപക്ക് കല്യാണം കഴിച്ച പെണ്ണാണ് നന്ദന. ദീപക്ക് ആരും ആയിക്കോട്ടെ, എന്ത് സ്വഭാവം ആയിക്കോട്ടെ. പക്ഷെ ഈ പെൺകൊച്ചൊരു പാവ. അവളെ ഇവള് തല്ലി. ഋതുമോള് തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് ന്യായമായ കാരണം ഉണ്ടാവില്ല ഏട്ടാ. ഏട്ടൻ അതെന്താ ചോദിക്കായിരുന്നേ? കാരണമുണ്ട്. അവളോട് ഇവൾക്കുള്ള അസൂയ. അല്ല, ഇവളെ ഞാൻ തല്ലിയതിന്റെ കാരണം ഇവൾക്കറിയാം. ആ കാരണം പബ്ലിക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.